ലോകമഹായുദ്ധവും ആണവയുദ്ധവും വന്നാൽ ഭൂമിയിൽ അമേരിക്ക മാത്രം അതിജീവിക്കുന്ന ഗോൾഡൻ ഡോം പദ്ധതിയുമായി ട്രംപ്. അമേരിക്കയ്ക്ക് പുതിയ മിസൈൽ കവചം. ഗോൾഡൻ ഡോം എന്ന മിസൈൽ വ്യോമ പ്രതിരോധം അവതരിപ്പിച്ച് ആകാശ കോട്ട കെട്ടി അമേരിക്കയെ സർവ്വയുദ്ധത്തിൽ നിന്നും രക്ഷിക്കാൻ ട്രംപ്. ഇതിനായി ലോകം ഇന്നുവരെ കാണാത്ത വൻ പ്രതിരോധ ചിലവായ $542 ബില്യൺ കണക്കാക്കുന്നു. അമേരിക്കൻ കോൺഗ്രസും ട്രംപിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി. ഗോൾഡൻ ഡോം പ്രവർത്തിക്കുക ഇങ്ങനെയായിരിക്കും. ഭൂമിയിൽ നിന്നും വിമാനം വഴിയും ഡ്രോൺ വഴിയും മിസൈൽ വഴിയും എത്തുന്ന എല്ലാ ആക്രമണവും തടയും. അമേരിക്കയുടെ ആകാശത്തേക്ക് ഒരു ആക്രമണവും ഗോൾഡൻ ഡോം അനുവദിക്കുകയില്ല. ഗോൾഡൻ ഡോമിൽ സ്ഥാപിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ശത്രുക്കളുടെ ആകാശത്തിൽ നിന്നുള്ള എല്ലാ ലക്ഷ്യവും തകർക്കും. ബഹിരാകാശത്തു നിന്നും എത്തുന്ന മിസൈലുകളെയും തകർക്കും. ബഹിരാകാശത്തു നിന്നും ബോംബ് വർഷമുണ്ടായാൽ അമേരിക്കയുടെ മണ്ണിൽ വീഴുന്നതിന് മുൻപേ തന്നെ ആകാശത്ത് വെച്ച് തകർക്കും. ഇത്തരത്തിൽ ആണവായുധ മിസൈലോ ബോംബോ പോലും അമേരിക്കയിലേക്ക് എത്തിക്കാൻ ഒരു ശത്രുക്കൾക്കും സാധിക്കില്ല. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് മുഴുവൻ US-നെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മൾട്ടി ലെയർഡ് ഷീൽഡാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. ബഹിരാകാശത്തു നിന്ന് പോർവിമാനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന പ്രൊക്കേഷണൽ ഓർബിറ്റൽ ബോംബർഡ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ തന്നെ വിശാലമായ ഭീഷണികളെ നേരിടാനാണ് ഗോൾഡൻ ഡോം രൂപകൽപ്പന ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപേ തന്നെ ശത്രുവിന്റെ ബോംബർ വിമാനങ്ങളെ തടയുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിക്ഷേപിച്ചാലും ബഹിരാകാശത്തു നിന്ന് വിക്ഷേപിച്ചാൽ പോലും മിസൈലുകൾ അമേരിക്കയിൽ പതിക്കാതെ തന്നെ തടയാൻ ഗോൾഡൻ ഡോമിന് കഴിയും. ഗോൾഡൻ ഡോം ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകുമെന്നും ട്രംപ് പറയുന്നു. പദ്ധതിക്കായി $25 ബില്യൺ പ്രാരംഭ ധനസഹായം പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഒരു അത്യാധുനിക മിസൈൽ പ്രതിരോധ കവചം നിർമ്മിക്കുമെന്നും ഞാൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചാരണ വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഞാനിപ്പോൾ നടപ്പിലാക്കുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പാക്കും. അമേരിക്കയെ ആരും ആക്രമിക്കില്ല. ആർക്കും അമേരിക്കയിലേക്ക് ആക്രമണം നടത്താനാകില്ല. ലോക മഹായുദ്ധം ബഹിരാകാശ യുദ്ധവും പോലും ഉണ്ടായാലും അമേരിക്ക മാത്രമായിരിക്കും ലോകത്ത് നിലനിൽക്കുക എന്നും ട്രംപ് പറയുന്നു. ഇത് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചാലും ബഹിരാകാശത്തു നിന്ന് വിക്ഷേപിച്ചാൽ പോലും ഗോൾഡൻ ഡോം മിസൈലുകളെ തടയാൻ കഴിയും എന്ന് ട്രംപ് പറയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വിജയത്തിനും നിലനിൽപ്പിനും ഇത് വളരെ പ്രധാനമാണ്. US ബഹിരാകാശ സേനാ ജനറൽ മൈക്കൽ ഗ്യൂട്ടിൽ ഈ ശ്രമത്തിന് നേതൃത്വം നൽകുമെന്നും കാനഡ അതിന്റെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസ്പേസുകളും അതുപോലെ സെന്ററുകളും ഗോൾഡൻ ഡോമിനുണ്ടാകും. അതുപോലെ പരമ്പരാഗതമോ ആണവപരമോ ആകട്ടെ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് മാതൃരാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപിനൊപ്പം സംസാരിച്ച പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നത്. എന്നാൽ ട്രംപിന്റെ പദ്ധതിയെ റഷ്യയും ചൈനയും എതിർക്കുന്നു. ലോകത്തിന്റെ യുദ്ധം വന്നാൽ മറ്റു രാജ്യത്ത് ആണവായുധം ഇട്ട് അമേരിക്കയെ മാത്രം സുരക്ഷിതമാക്കാനുള്ള പദ്ധതി ആണിതെന്നും ലോകത്തിന്റെ സന്തുലിതാവസ്ഥ ട്രംപ് തകർക്കുന്നു എന്നും ചൈനയും റഷ്യയും ആരോപിക്കുന്നുണ്ട്. 2011 പ്രവർത്തനക്ഷമമായതിനു ശേഷം തന്നെ ആയിരക്കണക്കിന് ഹ്രസ്വദൂര റോക്കറ്റുകളും മറ്റു പ്രൊജക്ടിലൈറ്റുകളും എല്ലാം തടഞ്ഞ ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് പദ്ധതിയുടെ ഗോൾഡൻ ഡോം എന്ന പേര് ഉരുത്തിരിഞ്ഞു വരുന്നത്. എതിരാളികളിൽ നിന്ന് അമേരിക്ക വിവിധ മിസൈൽ ഭീഷണികൾ നേരിടുന്നു. പക്ഷേ ഇസ്രായേലിന്റെ അയൺ ഡോം നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹ്രസ്വദൂര ആയുധങ്ങളിൽ നിന്ന് അവ കാര്യമായി തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണിയിലേക്ക് 2022 മിസൈൽ പ്രതിരോധ അവലോകനം വിരൽ ചൂണ്ടുന്നുണ്ട്. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ബീജിംഗ് വാഷിംഗ്ടണുമായുള്ള വിടവ് കുറയ്ക്കുകയാണ്. അതേസമയം മോസ്കോ അതിന്റെ ഭൂഖണ്ഡാനന്തര ദൂര മിസൈൽ സംവിധാനങ്ങൾ നവീകരിക്കുകയും നൂതന കൃത്യതയുള്ള സ്ട്രൈക്ക് മിസൈലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും രേഖയിൽ പറയുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച ഡ്രോണുകളുടെ ഭീഷണി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും ഉത്തര കൊറിയയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ അപകടത്തെക്കുറിച്ചും സംസ്ഥാനേതര കക്ഷികളിൽ നിന്നുള്ള റോക്കറ്റ് മിസൈൽ ഭീഷണികളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.